ഹലോ എക്സാം വിന്നറിൻ്റെ കുട്ടികളെ, നമ്മുടെ SSLC സോഷ്യൽ സയൻസ് എക്സാമിൽ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണത് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രാൻസിലെ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഫ്രഞ്ച് സൊസൈറ്റി അല്ലെങ്കിൽ ഫ്രാൻസിലെ സമൂഹം നിലനിന്നിരുന്നത്. അതായത് ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ചാപ്റ്ററിൽ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവിടെ ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് നിലനിന്നിരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്? നോബിൾസ് ഫൈറ്റ്. നോബിൾസ് എന്ന് വെച്ചാൽ പ്രഭുക്കന്മാർ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും, യുദ്ധം ചെയ്യും. അതുപോലെ പ്രീസ്റ്റ് പ്രേ. പ്രീസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പുരോഹിതന്മാർ പ്രാർത്ഥിക്കും. ആൻഡ് കോമൺസ് പേ. സാധാരണക്കാരൻ എന്ത് ചെയ്യണം? പേ ചെയ്യണം. എന്ത് പേ ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഇതാണ് അവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഓരോ എസ്റ്റേറ്റുകളായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണത്? ഫ്രഞ്ച് സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാം എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആരെയാണ്? ക്ലർജി എന്ന് പറയുന്ന വിഭാഗമാണ്. ക്ലർജി അല്ലെങ്കിൽ പ്രീസ്റ്റുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, പുരോഹിതന്മാർ. രണ്ടാമത്തെ വിഭാഗത്തിലോ നോബിൾസ്, അതായത് പ്രഭുക്കന്മാരെ കാണാൻ പറ്റും. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ 3 തട്ടുകളായിട്ടാണ് എന്ത് ചെയ്തത്? സൊസൈറ്റിയെ വിഭജിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നിലും പ്രത്യേകതകൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് പഠിച്ചാലോ? എന്താ അവിടെ സംഭവിച്ചത്? എക്സാമിന് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ച് പോകണം. കൃത്യമായിട്ട് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. നമുക്ക് മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം കൂടിയാണത്. നോക്കുക, ഫസ്റ്റ് ഏതാണ്? ക്ലർജി അല്ലെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റ്. ഇവരുടെ പ്രത്യേകതകളൊന്ന് നോക്കിയാലോ? The Catholic Church in France was very powerful and wealthy. അതായത് കാത്തോലിക് ചർച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം. അവരെന്താണ്? വളരെ വെൽത്തിയാണ്. അതുപോലെ എന്താണ്? ഭയങ്കര പവർഫുൾ ആണ്. അവരുടെ കയ്യിലാണ് എന്ത്? ആ നാട്ടിലെ പവർ മൊത്തം വരുന്നത്. മൊത്തം സമ്പത്തും ആരുടെ കയ്യിലാണ്? ഈ പറയുന്ന കാത്തോലിക് ടീമിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ പ്രീസ്റ്റ്, ക്ലർജി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അതുപോലെ എന്താണ്? ദ ചർച്ച് ഓൺ എ ലാർജ് ട്രാക്ട് ഓഫ് ലാൻഡ്. ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം സ്ഥലവും ആരുടെ കയ്യിലാണ്? ലാൻഡും ആരുടെ കയ്യിലാണ്? ക്ലർജിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ചർച്ചിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? ദ ക്ലർജി വാസ് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ദ ടാക്സസ്. ഇവർക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സൊസൈറ്റിയിലുള്ള ടാക്സുകളൊന്നും ആരടയ്ക്കേണ്ട? ഈ പറയുന്ന ക്ലർജി വിഭാഗം, ക്ലർജി എന്ന് പറയുന്ന വിഭാഗം പ്രീസ്റ്റുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടാക്സിൽ നിന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് എപ്പോഴും എന്താണ്? ആ സൊസൈറ്റിയിൽ വലിയൊരു സ്ഥാനം കിട്ടിയിരുന്നു. അതുകൊണ്ട് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? ദേ ലെവീഡ് എ ടാക്സ് കോൾഡ് ടൈത്ത് ഓൺ ദ കോമൺ പെസൻസ്. ടൈത്ത് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? കോമൺ പീപ്പിൾസിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് എന്ത്? ടൈത്ത് എന്ന് പറയുന്ന ടാക്സ്. അപ്പോൾ സാധാരണക്കാരായുള്ള ജനങ്ങളിൽ നിന്നും ഈ പറയുന്ന പ്രീസ്റ്റ് വിഭാഗം അല്ലെങ്കിൽ ക്ലർജി വിഭാഗം ടൈത്ത് എന്ന് പറയുന്ന ടാക്സ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചു? 1/10 ഓഫ് ദ ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ടു ടാക്സ്. അതുപോലെ എന്താണ്? അവർ പണിയെടുത്ത് കിട്ടുന്നതിൻ്റെ മൊത്തം 10/1 എന്ത് ചെയ്യണം? ഇവർ ടാക്സ് ആയിട്ട് കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. മൊത്തം വിളവിൻ്റെ 10/1 നികുതിയായിട്ട് നൽകുകയും വേണം. അപ്പോൾ സാധാരണക്കാർക്കാണല്ലോ ഇവിടെ ബുദ്ധിമുട്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല. ക്ലർജി വിഭാഗത്തിന്, ഒന്നാം എസ്റ്റേറ്റിന് ഫ്രഞ്ച് സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വിളവെടുക്കുന്നതിൻ്റെ 10/1 ആർക്ക് കൊടുക്കണം? സാധാരണക്കാർ ക്ലർജി വിഭാഗത്തിന് കൊടുക്കണം, ഒന്നാം എസ്റ്റേറ്റുകാർക്ക് കൊടുക്കണം. ആ ടാക്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ടൈത്ത് എന്ന് പറയുന്ന ടാക്സ് വിളിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ഇത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നതാണ് നോബിൾസ് എന്ന് പറയുന്ന വിഭാഗം. നോബിൾസിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കിയാലോ? ദ നോബിൾസ് ഹെൽഡ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ ഗവൺമെന്റ് ആൻഡ് ദ ആർമി. ഗവൺമെന്റിലും ആർമിയിലും ഇവർക്ക് ഹയസ്റ്റ് പൊസിഷൻ കിട്ടിയിരുന്നു. അവർക്കും എന്താണ്? നല്ല പൊസിഷൻ ആ സൊസൈറ്റിയിൽ കിട്ടിയിരുന്നു. ഫ്രഞ്ച് സൊസൈറ്റിയിൽ രണ്ടാം വിഭാഗക്കാരായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള നോബിൾസിന്, പ്രഭുക്കന്മാർക്ക് ഗവൺമെന്റിലും ആർമിയിലും ഉന്നത സ്ഥാനം കിട്ടിയിരുന്നു. പിന്നെ എന്താണ്? ദേ വെർ ലാൻഡ് ഓണേഴ്സ് ആസ് വെൽ. അവരെന്താണ്? ഭൂപ്രഭുക്കന്മാരായിരുന്നു, ലാൻഡിന്റെ ഓണേഴ്സ് ആയിരുന്നു ഇവര്. പിന്നെ എന്ത് സംഭവിച്ചു? ദ നോബിൾസ് who lived luxuriously. അവരെന്താണ്? ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര പൈസ പൊടിച്ച് ജീവിക്കുക, ഭയങ്കര ആർഭാട ജീവിതമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. അതുപോലെ എന്താണ്? കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദ പീപ്പിൾ. ഒരുപാട് ടാക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇവർക്ക് ഫുൾ ജോളി, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല.
പിന്നെ എന്ത് സംഭവിച്ചു? അക്കോർഡിംഗ് ടു an ആക്ട് ഓഫ് 1749, 1749 ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സിൻ്റെ പേരെന്താണ്? വോങ്തിയം എന്ന് പറയുന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആരടക്കേണ്ടി വന്നിട്ടില്ല? നമ്മൾ ഈ പറയുന്ന പ്രഭുക്കന്മാർ, നോബൽസ് അടക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ വിഭാഗം ജനങ്ങളും വരുമാനത്തിൻ്റെ 20% നേരിട്ട് സർക്കാരിന് നികുതിയായിട്ട് നൽകണമായിരുന്നു. ഇത് ആർക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല? പ്രഭുക്കന്മാർ, നോബൽസിനെയും ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരും എന്തൊക്കെയോ ഉടായ്പ ന്യായങ്ങൾ പറഞ്ഞിട്ട് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു. കണ്ടില്ലേ? ദ ടാക്സ് വാസ് നോൺ എസ് വോങ്തിയം. വോങ്തിയം എന്ന് പറയുന്ന ടാക്സ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ ടാക്സ് പോലും ആരടയ്ക്കുന്നില്ല? നോബൽസ് അടയ്ക്കുന്നില്ല. നോബൽസിന് എന്താണ്? അടിപൊളി ലൈഫാണ് ഫ്രഞ്ച് സൊസൈറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്താ സംഭവിച്ചത്? ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ് ക്ലർജി ആൻഡ് നോബൽസ് ഗോട്ട് എക്സെപ്റ്റഡ് ഫ്രം ദ ടാക്സ് ബൈ ഗിവിംഗ് സ്മോൾ എമൗണ്ട് ഓഫ് കിങ് ആസ് എ ഗിഫ്റ്റ്. രാജാവിന് കുറച്ച് ഭാഗം ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവർ ടാക്സ് ഒന്നും അടയ്ക്കാതെ സുഖത്തിൽ അടിപൊളിയായിട്ട് വൈബായിട്ട് ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് സൊസൈറ്റിയിൽ 1ാം എസ്റ്റേറ്റും 2ാം എസ്റ്റേറ്റും നല്ല സുഖസുന്ദരമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 3ാം എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. 3rd എസ്റ്റേറ്റ്, കോമൺ പീപ്പിൾ, സാധാരണക്കാർ. ഈ സാധാരണക്കാർക്ക് എന്താ അവിടെ സംഭവിച്ചത്? നമുക്ക് നോക്കിയാലോ. സാധാരണക്കാർ ഫുൾ കഷ്ടപ്പാട്, ഫുൾ ദുരിതം, എല്ലാ ടാക്സുകളും അടയ്ക്കേണ്ട വിഭാഗമായിരുന്നു ആര്? 3ാമത്തെ എസ്റ്റേറ്റിലുള്ള കോമൺ പീപ്പിൾ. ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ആരാണ്? കോമൺ പീപ്പിൾസ് ആണ്. പക്ഷെ അവരെന്താണ്? എന്നും കഷ്ടപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയിൽ അവർക്ക് നല്ലൊരു സ്ഥാനം പോലും കിട്ടുന്നുമില്ല. ഫുൾ കഷ്ടപ്പാട്, ഫുൾ പട്ടിണി, ഫുൾ ദരിദ്രം. ഇതാണ് സംഭവിച്ചത്. നോക്കിയാലോ. ദ 3rd എസ്റ്റേറ്റ് ഇൻ ഫ്രാൻസ്. മിഡിൽ ക്ലാസ്, വർക്കേഴ്സ്, പെസൻസ്. മിഡിൽ ക്ലാസ്സും വർക്കേഴ്സും പെസൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത് 3ാം എസ്റ്റേറ്റിൽ വന്നിട്ടുള്ളത്. ദേ വെർ നോൺ ആസ് കോമൺസ്. അവരെ നമ്മൾ എന്ത് വിളിക്കും? കോമൺസ് അല്ലെങ്കിൽ സാധാരണക്കാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നോക്കിയാലോ. മോസ്റ്റ് ഓഫ് ദ 3rd എസ്റ്റേറ്റ് വിച്ച് കംപ്രൈസ് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ലിവ്ഡ് ഇൻ പോവർട്ടി. അതായത് അവരെന്താണ്? പോവർട്ടിയിലാണ് ഭൂരിപക്ഷം ആളുകളും ജീവിച്ചുകൊണ്ടിരുന്നത്. ദേ ഗോട്ട് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ കുറച്ചൊരു ഭാഗം മാത്രമേ അവർക്ക് എന്തുള്ളൂ? കിട്ടുന്നുള്ളൂ. അവർ കഷ്ടപ്പെട്ട് ഭൂമിയിലൊക്കെ പണിയെടുത്തിട്ട് കിട്ടുന്ന സാധനത്തിൻ്റെ വളരെ കുറച്ച് എമൗണ്ട്, വളരെ കുറച്ച് ഭാഗം മാത്രമേ അവർക്ക് അനുഭവിക്കാൻ കിട്ടുന്നുള്ളൂ. ഇതെല്ലാം ആരാ കൊണ്ടുപോകുന്നത്? ക്ലർജിയും നോബിൾസുമാണ് ഇതെല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെന്താ സംഭവിച്ചത്? രാജാവിനും സഭയ്ക്കും പ്രഭുക്കന്മാർക്കും വിവിധ നികുതികൾ നൽകാൻ അവർ നിർബന്ധിതരായി. അപ്പോൾ രാജാവിനും നികുതി കൊടുക്കണം, 2 വിഭാഗങ്ങൾക്കും ക്ലർജിക്കും നോബിൾസിനും ഇവരെന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അങ്ങനെ അവർ വളരെ കഷ്ടപ്പാടിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണേ. ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണേ. പിന്നെ എന്താ സംഭവിച്ചത്? കൂടാതെ അവർ ശമ്പളമില്ലാത്തതും നിർബന്ധിതവുമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യേണ്ടി വന്നു. അതായത് അവർക്ക് എന്താണ്? പൈസ ഒന്നും കൊടുക്കൂല, എന്നിട്ട് പോലും അവരെന്താണ്? പല ജോലികളിൽ ഏർപ്പെടേണ്ടി വരും. പൈസ ഒന്നും വാങ്ങാതെ അല്ലെങ്കിൽ പൈസ ഒന്നും കൊടുക്കാതെ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ കഷ്ടപ്പാടിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്തൊക്കെയാണ്? മിലിറ്ററി സർവീസിൽ ഒരു പൈസയും കിട്ടാതെ അവർ വർക്ക് ചെയ്യണം. മിലിറ്ററിയുടെ ഭാഗമായിട്ട് അവർ നിൽക്കണം. വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് അവർ നിൽക്കുന്നത്. മിലിറ്ററിയിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടുന്നില്ല. അതായത് സൈനിക സേവനത്തിൽ അവർ വരുന്നു, പക്ഷെ അവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ബെനിഫിറ്റ് മൊത്തം 1ാം എസ്റ്റേറ്റും 2ാം എസ്റ്റേറ്റിനുമാണ്. കോമൺ പീപ്പിൾസിന് ഒന്നും കിട്ടുന്നില്ല. പിന്നെന്താണ്? പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്, വാട്ടർ വേസ്, ബ്രിഡ്ജ്. അതായത് ബ്രിഡ്ജുകൾ ഉണ്ടാക്കാനും റോഡുകൾ ഉണ്ടാക്കാനും അങ്ങനെ ഡാമുകൾ, ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ എന്താണ്? ഇവരെന്താണ്? ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു വളരെ എന്താണ്? പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് 3rd എസ്റ്റേറ്റിലെ ആളുകൾ കടന്നു പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ വളരെ സെറ്റായിട്ട് പഠിക്കണം. ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ചുള്ളൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കൊക്കെ സെറ്റാണ്. ഓക്കെ, താങ്ക് യു.